ചമക്കട്ടെ. അച്ഛടെ വാച്ചിലുണ്ടോ നീ ലൈറ്റ് കത്തുന്നേ? അച്ഛടെ വാച്ചിൽ ഇപ്പൊ ഫോൺ വരും. അതാ കണ്ണപ്പിടെ ഇരിക്കുന്നത്. മാറ്റാം. ഞാനവളോട് പറഞ്ഞതാ നോക്കണം, ശ്രദ്ധിക്കണം. പിന്നെ 10-30,000 രൂപ വാച്ചം കൊണ്ട് കളഞ്ഞു. നിങ്ങൾ എവിടെ പോയായിരുന്നു? വേറെ ഇതില് ഓ അഹങ്കാരം. നീ എന്തൊക്കെ തോണ്ടും? ഫോണ് തോണ്ടുവോ? സുന്ദരനായല്ലോ. നമ്മുടെ അത്യാവശ്യ കൃഷികളെല്ലാം ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ പയറിങ്ങനെ കൊലകൊലയായിട്ടുണ്ടാവുന്ന കേട്ടോ. നല്ല വലിയ വള്ളിപ്പയറാണ്. എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ഒരു മരുന്നും അടിക്കുന്നതല്ല ഒന്നും. ഇവിടെ വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളം പറഞ്ഞു കൊടുക്ക്. വളം നമ്മുടെ ചാണകം തന്നെ. വിളഞ്ഞു തിരിച്ചങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴേ നമുക്ക് ഇതിനിയാവും മീറ്റർ വയറാ. പടവലവും പാവലും എല്ലാം പൂത്തു. പാവയ്ക്ക കുത്തിയിട്ടേക്കുന്നു. മുന്തിരി പടന്നേക്കുന്നുണ്ടോ? പൊരി വെയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിൽ. പക്ഷേ ഈ പ്ലാവിൻ്റെ അടിയിൽ വെയിൽ അറിയുന്നില്ല. കണ്ണം തൊപ്പി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ സുഖമായിട്ടൊരു കരിമ്പൊക്കെ വെട്ടി. കരിമ്പ് കാണിച്ചു കൊടുത്തേ അവിടെ വെക്കുന്നത്. ഞങ്ങൾ കരിമ്പൊക്കെ വെട്ടി ഇങ്ങനെ. പിന്നെ എല്ലാം വയനാട്ടിൽ നിന്ന് കൈ 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 കുഞ്ഞ. മൂർച്ച കുറവല്ല, മൂർച്ച കൂടുതലാ. ഇത് വെട്ടുമോ? പറ്റും പറ്റും. അതിനുള്ള കട്ടിയുള്ളതിന്. അയർപ്പ് തീർന്നില്ലേ കുറച്ചോ?
ഒരു സൈഡിൽ കരിക്ക്, മറു സൈഡിൽ കരിമ്പ്. വീട്ടിലൊറ്റ പാത്രം കിട്ടാ ചോറിന് ഇതിൻ്റെ ചോടാരോ മാന്തിയിട്ടുണ്ട്. ഉഷമയായിരിക്കും. നീ ഇവിടെ നിന്ന് കണ്ടിരുന്നാൽ മതി. പിന്നെ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നീ സഹായിച്ചാൽ. അങ്ങോട്ട് എറിയോ? പേടിക്കണ്ട, എല്ലാം ഓടിക്കും. അത് നല്ല കപ്പയാണല്ലോ. അതിൻ്റെ അടിയിൽ ഇനി ഉണ്ടാവും. ഒറ്റ പീസ കൂട്ടിയിട്ടുള്ളൂ. അല്ല, ഒറ്റ പീസ് നോക്കും. അത് തന്നെയല്ലേ ഒറ്റ പീസ കൂട്ടിയിട്ടുള്ളൂ. അപ്പം രണ്ടായില്ലേ? കിട്ടാം. കപ്പ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു മൂടും കൂടെ ഉണ്ടാക്കാം. നല്ല കപ്പയാണ്. ഈ മണ്ണിങ്ങനെ മണ്ടേ കൂട്ടുന്നതുകൊണ്ടാണ് നമുക്ക് പറിക്കാനും എളുപ്പമോ. നല്ല കപ്പയുണ്ടോ? അത് വേണടാ, ചൂണ്ടിടാം. മണ്ണിടെ ഉള്ളത് വിളവിടാത്തോണ്ടേ ഇപ്പൊ കാണാനില്ല. മണ്ണിടെ ഒന്നും അവിടെ കിടന്നു. നമ്മുടെ ആന്റിക്ക് ഫാനോടിയുള്ളൂ. അടുക്കളയുണ്ടോ? ഉണ്ടാവും. അതിനാ പോത്തന്മാരൊക്കെ വെള്ളം കൊണ്ടോ. അങ്ങനെ ചുറ്റിച്ചിട്ട് അകത്തോട്ട് വെച്ചാൽ മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെയാണ് ഇത്രയും കപ്പ. സുലോമയ്ക്ക് പുഴുങ്ങണം, അണ്ണാണിക്ക് ചിപ്സ് ആക്കണം, അജിതയ്ക്ക് കപ്പ വേണം, മണ്ണിനന് വേണമെന്ന് ചോദിച്ചു നോക്കട്ടെ. വേണമെങ്കിൽ ഇനി വന്ന് നമുക്ക് ഒന്നുകൂടെ പിഴാം. ഇത്ര ആവശ്യങ്ങൾക്കാണ് ഒരെണ്ണം പേരിൻ്റെ വരും. കാരണം ഇതിപ്പോൾ അജിരിക്കും കൊടുത്ത് പുഴുങ്ങാനെടുത്ത പിന്നെ പറക്കാനും പറയും. പുഴുങ്ങാനെടുക്കണ്ടല്ലോ. നോക്കാം, വേണമെങ്കിൽ എടുക്കാം. ഈ മരം പണിയാവും തൊടി. ഇത് ചോറോടെ മാണ്ടായിരുന്നു. കുഞ്ഞാവശ്യമായി വെച്ചേട്ടെ. ഒരെണ്ണം ഇരിക്കുന്ന ചേട്ടാ. കയ്യിലൊക്കെ മണ്ണ, എന്നാലും സാരമില്ല, നമുക്ക് കണ്ണന് കൊടുക്കാം. ഒന്നും ഒരു കുഴപ്പമില്ല. തിന്നെ ചെളിയല്ല, അതിന്റെ പുള്ളിയാ. മൊത്തം തിന്നെ ചവയ്ക്ക്. ഇതോടെ കഴിച്ചോ. സാരമില്ല, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് പോവാ. പിടിച്ച് തള്ളാതറ. ആ കാണുന്നതാണ് വേസ്റ്റ് ടാങ്ക്. ഇത് നമ്മുടെ പട്ടിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ ആണ്. ഇപ്പൊ ഷെഡിലല്ല, ഇവിടെയാ ഫുഡ് വെക്കുന്നത്. പട്ടിക്ക് ഫുഡ് വെക്കുന്നത്, പോത്തിനൊക്കെ ഉള്ള പിണ്ണാക്കും അതും ഇതുമൊക്കെ വെക്കുന്ന ഇവിടെ തന്നെ, പശുവിനൊക്കെ. എന്നാ പറ്റിയാ പിടിച്ചുകൂടെ ഇരിക്കുവോ? നിങ്ങളെല്ലാം കപ്പ കഴിക്കുവോ? കരിമ്പ് വേണോ? കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ലേ? മതിയായിരിക്കുമെന്ന് തോന്നുന്നു.
എനിക്കത്തില്ല, ഞാൻ എടുത്തോളാവേ. എത്ര കിലോ ഉണ്ട്? അത്യാവശ്യം തൂക്കമുണ്ടോ? രണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിലോ എന്തൊക്കെ ഇടുവോ? അത് ചീപ്പെടുത്തൊന്നും ചീപ്പെടുത്തേ. ചീപ്പെടു സുന്ദരിയാവാനുണ്ട്. ഇങ്ങനെ കെട്ടുന്നത് എടുത്തോണ്ട് പോവാ. നമുക്ക് കെട്ടാം. ചീപ്പെടുത്തോണ്ട് പോവാ. ചീപ്പെടുത്തോണ്ട് പോവാ. മെല്ലെ മെല്ലെ. ഇതെങ്ങനെ കെട്ടി വെക്കുന്നത്? ഇത് മുടി ചീകി കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട്. അനിയത്തി ഉണ്ടപ്പോ നോക്കിക്കോളൂ. ഇത് ഇഷ്ടമല്ലേ അനിയത്തിയെ? അനിയത്തിയെ ഇഷ്ടമാണോ? കിടുവിന് അനിയത്തിയാണോ അനിയനെയാണോ ഇഷ്ടം? കിടു ഇവിടെ ഇവിടെ കെട്ടു. ഇവിടെ മേളില് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണ്. അതവിടെ വെച്ചു. മോനറിയത്തില്ല. അപ്പൊ കൈ കഴുകിട്ട് കെട്ടി കൊടുക്കാം. ഉഷമ്മേ വെക്കുന്നല്ല. ആർക്ക്? പെണ്ണ കുടുംബത്തിന് പെൺകുഞ്ഞിന്റെ അപര്യാപ്തതയാണ്. നീ പെട്ടെന്ന് കല്യാണം കഴിച്ചൊരു പെൺകുട്ടി ആയ ഉഷമ്മയ്ക്ക് മുടി കെട്ടി പഠിക്കാം. അച്ഛനോട് പറഞ്ഞാലും മതി. അനങ്ങാണ്ടിരിക്കുവാ. കിടൂരെ കെട്ടി കെട്ടാണല്ലോ. ഈ കുടുംബത്തിൽ നല്ലേ. ഇപ്പൊ ഇവിടെ നമ്മുടെ മൊത്ത കുടുംബത്തിലൊരു പെൺകുട്ടിയുടെ കുറവുണ്ട്. ഉണ്ടാവുന്ന എല്ലാ ആമ്പിള്ളേരും വേദനെടുക്കുന്നുണ്ടോ? ഇല്ലേ പിന്നെ ഇനി അണ്ണാണി മനസ്സിലാവും. അയ്യോ അഴിഞ്ഞു പോയിരുന്നോ? കിടു കിട്ടിയാലും കണ്ടല്ലേ. ഇങ്ങനെയല്ല കൊച്ചിനെ മനസ്സിലായി. ഇങ്ങനെയല്ല. ആ മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിലായിട്ട് ചോദിക്കില്ലേ, ചേട്ടന് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാലേ ചോദിക്കണ്ടത്. പൂ പോലെയോ? ഇത് എണ്ണയുണ്ട് മുടിയില്ല, അതാ തെന്നിപ്പോയിരുന്നേ. അടുക്കളയുടെ കാര്യമായിരുന്നു ഇപ്പൊ പറഞ്ഞു ചെയ്യുന്നത്. എല്ലാ കറിവെക്കലോ അടിച്ചുവാരലൊക്കെയാണ് അത് മുടിയുള്ള പെൺപിള്ളേരാണെങ്കിൽ തള്ളേന്റെ മുടി നല്ല വലിയ ഒപ്പിച്ച് വെച്ചു ഞങ്ങള്. നോക്കട്ടെ സൂപ്പർ ഫോട്ടോ എടുക്കുന്നു. ചിരിക്കേ ചിരിക്കേ സൂപ്പറായി. ഇവിടെ കിടുവിന്റെ മുടിയും കൂടെ അങ്ങനെ കെട്ടി കൊടുത്താലോ? മുട്ട് കുത്തിയിരുന്നേ നന്ദുവിന്റെ പുറകില്. ആ നന്ദു ചിരിക്കുവേ. നന്ദു പല്ല് കാണിച്ചിരിച്ചേ. പല്ല് കാണിച്ചേ. കിടു ചിരിക്കേ. കിടു സിഗ്മേ ചിരിക്കടാ. ചിരിക്കേ. നന്ദുട്ട ചിരിക്കുന്നേ നോക്കി. എങ്ങനാ ചിരിക്കുന്നേ? കിടുവാ ചിരിക്കുന്നേ. എങ്ങനെ ഫോട്ടോ എടുത്തു രണ്ടുപേരും. കുറെ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും. ചിരിച്ചേ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയുണ്ട്. ഫോട്ടോ എടുക്കുന്ന ഇത് ഓർത്ത് ചിരിച്ചോട്ടെ. മതി മതി, ഇനി നാളെ ചിരിച്ചാ കേട്ടോ. കിടുവിനോട് നമ്മുടെ കുഞ്ഞാവ ഗേറ്റ് തുറക്കാൻ പോവാ. മറ്റേ തേയില നുള്ളാൻ പോവാ. വണ്ടിയിലിരുന്ന് ഷീറ്റാ. കൊട എടുത്തിട്ടില്ല. ഞങ്ങൾ എവിടെ പോച്ചാൽ അച്ചാച്ചിക്ക് ചോറും കൊണ്ട് പോവാണേ. പോത്തിന്റെ അടുത്ത് അച്ചാച്ചിയുള്ളേ. അവന് നല്ല കുറവുണ്ട് പോത്തനെ.
നടക്കാനൊരു മടിയുണ്ട്, വയ്യാഴിയുടെ ആയിരിക്കണം. അവൻ എണീറ്റ് നിൽക്കും. അപ്പോൾ സ്വന്തമായിട്ട് നടക്കുന്ന സമയത്തേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം അവിടെ എത്തും. പക്ഷെ ഭയങ്കര മഴ. അണ്ണനെ അകത്ത് കിടന്ന് ഉറങ്ങുന്നു. അല്ല ദേ കിടക്കുന്നു. കുഴപ്പമില്ല കേട്ടോ, മഴയൊന്നും നനയുന്ന നല്ലതാ. വൈകുമ്പോഴത്തേക്ക് തീ ഇട്ട് കൊടുക്കാം. അവ ഷീറ്റിന്റെ അടിയില്ല, ഇവനേ ഉള്ളു നനയുന്നത്. മഴ കുറയാണ്ട് ഇറങ്ങാൻ പറ്റൂല. അച്ചാച്ചി വെള്ളം തിരിച്ചു വരുമ്പോ ഇറക്കിയാലും മതി. പോത്തനുള്ള വെള്ളം ശുദ്ധജലമാണ് അവനെ ഇപ്പൊ കുടിപ്പിക്കുന്നത്. പോത്തന്റെ വെള്ളം മറിഞ്ഞു പോവോ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അവസാനം ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ പെരുന്നാടെത്തി. വീട്ടിലിരുന്ന് ഞങ്ങളാ. ചേച്ചി കുറേ നാളായല്ലോ കണ്ടിട്ട്. അതാ ഞാനും ഓർക്കുന്നത്. എവിടായിരുന്നു? എന്തോ കിടന്ന് വേഗുന്നു. ആ അപ്പൊ ബാക്കി 15 ദിവസം ഞാനും ഇറങ്ങിയില്ല. രണ്ട് തോടൊക്കെ കളഞ്ഞ് ബോണ്ടായി തുടങ്ങാം അല്ലേ? ആ എന്തൊരു ചൂടാ, ഭയങ്കര ചൂട്. ആവി പറക്കുന്നു. അതെ അതെ അതെ. കഴിക്കുന്നില്ലേ? ആണോ? ആവി കാണോ അവിടെ? ആവി കാണുന്നു. അത് പരിപ്പടയാ. ഇതെന്താ പഴംപൊരി ഉണ്ടാക്കാനാ? പഴംപൊരി ആണോ? കുറച്ച് വെയിറ്റ് ചെയ്താൽ. ഇത് ശബരിമല റൂട്ടാണ്. പ്രോട്ടീൻ കുറവാന്ന് പറഞ്ഞ എനിക്ക്. എനിക്കിന്ന് രാവിലെ സലാഡ് ഉണ്ടാക്കിയോ? സലാഡല്ലായിരുന്നു, അത് ഫുഡ് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. മെയിൻ മെനു ആയിരുന്നു. മെയിൻ കോഴ്സ് ആയിരുന്നോ? മെയിൻ ആയിരുന്നോ? അതെയോ? വേറെന്താ വേണ്ടേ? ചേച്ചി മധുരം കുറക്കണില്ലേ? ഞാൻ മധുരം വേണ്ടാത്തായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ മധുരം? ചായ മധുരം ബൂസ്റ്റ് കുടിക്കുന്നത് കുറയ്ക്കണം. എന്നെ കുറച്ച് ഷുഗർ കട്ട്. ഷുഗർ കട്ടല്ല, ഷുഗർ കട്ടാക്കണം. ഷുഗർ കുറയ്ക്കാനേ പറ്റും. ഞങ്ങളൊക്കെ ഷുഗർ കട്ടില്ല. എന്തേ? ഷുഗർ മാത്രം കുറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സൈസ് കൂടെ കുറയാം. സൈസ് നമ്മൾ കുറയ്ക്കും. ഞാൻ 6 കിലോ കുറച്ച്. 6 കിലോ. ഞാൻ ഒരു 6 കിലോ 16 കിലോ കൂട്ടിയിട്ടാന്ന് പറയാം. 16 കൂട്ടിയിട്ടാ കാര്യമില്ല, കുറയ്ക്കുന്ന കാര്യം കുറയുന്നുണ്ടല്ലോ. എനിക്കൊരു 6 കിലോ കുറയ്ക്കണം. ഗർഭിണിയായി കഴിഞ്ഞാൽ 95-100 കിലോ ഒക്കെ ആവുമെന്ന് ഞാൻ അത്രയെങ്കിലും ആവണം. 70 അല്ല, 70 to 10, 80, 85, 90 ഒക്കെ വരും. 90 എപ്പോൾ വരില്ല? 90 വരില്ലേ?
ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് മതി. 90 യെസ് 93 ഒക്കെ വരും. 70 അല്ലേ ഇപ്പോൾ? ആ അത്ര വരും. എത്ര വരും? ഞാനിന്ന് ഇവിടെ പഴംപൊരി ഉണ്ടാക്കിയാലോ? വേണ്ട, ചിപ്സ് ഉണ്ടാക്കി തരാം. എന്റെ ചേച്ചിന്റെ അഭിപ്രായം പറയാം. ഞാൻ പഴംപൊരി ഉണ്ടാക്കട്ടെ? വേണ്ടോ? പക്ഷെ എന്ന് ഈ സമയത്ത് വരണം മാവൊക്കെ കുഴക്കാൻ. ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇല്ല പഴംപൊരി എങ്ങനെ ഉരുട്ടുന്നതെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അവനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാം. നല്ല കാറ്റും തണുപ്പ്. താഴങ്ങടി ചായക്കടയിൽ നിന്നാ ആ ഞാൻ ചായ വരെ എടുത്തിട്ടുണ്ട്. എന്റെ പി ജി ഞാൻ പഠിക്കാനത്ത് ചായ എത്ര ചായ അടിച്ചിട്ടുണ്ടറിയാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട്. ആ ചായ പഴംപൊരിയൊക്കെ മുന്നേ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ പരിപ്പോടെ ഉണ്ടാക്കുള്ളൂ. പരിപ്പ് നമ്മുടെ കപ്പ ചിപ്സ് അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ? ഈ റോഡിൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കൊന്നും നടക്കൂല. ഇന്ന് ഞായറാഴ്ച കടയുണ്ടോ എന്നുള്ള ഡൗട്ടില്ല വന്നത്. പക്ഷെ ഉണ്ട്. നീ കയറി നിന്നാ കിളക്കാൻ. ചായക്കട നിന്ന് അയച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. പരിപ്പോടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നു. നമുക്കിത് പരിപ്പ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പരിപ്പോട. ഇത് കഴിഞ്ഞ് പഴംപൊരി ഉണ്ട്, ഉഴുന്നുവട ഉണ്ടാക്കണം. എന്തെല്ലാം ജോലി അല്ലേ? വീട്ടിൽ ചെന്ന് കൊച്ചിനെ കുളിപ്പിക്കണം, തുണി അലക്കണം. കണ്ടോ കിടന്ന് തിളക്കുന്ന തിളക്ക. എൻ്റെ ഫോണ് പോവും. നല്ല ക്ലൈമറ്റ് ആണ്. ആ മഴയുള്ളതുകൊണ്ടായി രസം. കണ്ട പുഴ മഴ. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. എല്ല് കാണൂല. കുറച്ച് ശരിക്കും എനിക്കെന്നാ വെള്ളം കുടിച്ച് വയറ് വീർത്ത് തന്നെ വന്ന. എന്നെ മോനെ ഇല്ലടാ കാര്യമായിട്ട് കയറിയിട്ടില്ല. നോക്കി പണ്ട് കയറിയിട്ടുണ്ട്. നോക്കട്ടാ. മാമന്മാര് നോക്കട്ടെ മോനെ. കണ്ടമാനൊന്നുമില്ല ചേച്ചി, കയറിയിട്ടില്ല. കണ്ടമാനം കയറിയിട്ടൊന്നുമില്ല. ഇല്ല. ഓ ചേച്ചി എന്ത് നമ്മളെന്താ ചെയ്യാൻ പോന്നേ? സുലൈമന് പോന്നെ. അപ്പൊ ഞങ്ങള് ഇനി ആരും പറയരുത് ഞാൻ വെറുതെ നിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ണിന് വേണ്ടി ഫോൺ കൊടുത്തു. അത് തലതിരിച്ചോണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ സഹായിക്കുന്ന കണ്ടോ കപ്പ പൊളിക്കാൻ. കഴിഞ്ഞില്ല, ഇതെല്ലാം കഴിയണം. അപ്പൊ എണ്ണ അതൊക്കെ ചൂടാവട്ടെ. ആരും കാണണ്ട. അമ്മ കണ്ടോ? നമ്മൾ രാവിലെ പറിച്ച കപ്പയാണ്. അതെ. എന്താ കപ്പ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കപ്പ ചിപ്സ്. പിന്നെ കപ്പ ഉപ്പേരി. കപ്പ ഉപ്പേരിയോ? ഞങ്ങളെ ചിപ്സ് പറഞ്ഞ മലയാളത്തിൽ പേര് സ്പൈഡർമാനിയാണോ? മനസ്സിലാവുന്നേ ഇല്ല. ആരാ തുറന്നു കാണിക്കുക? ആരാ നോക്കട്ടെ. ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല ആരാന്ന്. മോന്റെ ടോപ്പിയാ. ടോപ്പിയാ മോന്റെ ടോപ്പി. ആ കിടുച്ചേട്ടൻ എണീറ്റ്. നീ പോയി സ്പൈഡർമാനെ കാണിച്ചോളൂ. ഞാൻ ഇനി പണി ചെയ്തത് പറയുക, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുക. രണ്ട് പൊള്ളലിന്റെ തൊലിയൊക്കെ പോയി റെഡി ആയി വരുവാ. നനഞ്ഞ കപ്പ എല്ലാം കൂടി വരുവോ? എന്റെ സങ്കല്പത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഓരോ വിരലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ കപ്പകൾ വെക്കുന്നു, ഇങ്ങനെ ചെത്തി വിടുന്നു. അപ്പൊ അതിങ്ങനെ ചിപ്സ് ആയിട്ട് വരും. അതിലേക്ക് പക്ഷെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയാൽ മതി, അതാണ് നല്ലത്. അതിലേക്ക് ആക്ക്. മെല്ലെ മെല്ലെ ചെയ്താൽ മതി കേട്ടോ. നിക്ക്. അതെ റെഡിയാ. അത് നോക്കട്ടെ അതിന്റെ കട്ടിയൊക്കെ ഓക്കെ. ഇതായിരിക്കും നല്ലതല്ലേ. മെല്ലെ മെല്ലെ ചെയ്താൽ മതി. അത് അതിലെ എണ്ണയൊക്കെ ഇടണ്ട, അത് ലാസ്റ്റ് ഇടാം. അപ്പൊ ഇനി എന്റെ കൈ മാത്രം ശ്രദ്ധിച്ചാൽ ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്.
ഒരു സ്ത്രീയെ പണി എടുപ്പിക്കുന്നോ? ഓ ഓ അത് കുഴപ്പമില്ല കുഴപ്പമില്ല. ചേച്ചി നന്നായിട്ട് അരിയുന്നുണ്ട് ചേച്ചി. ഇല്ല, നന്നായിട്ട് അരിയുന്നുണ്ട്. എനിക്ക് അറിയാനേ അറിയില്ല. അറിയത്തില്ലേ? അല്ല അറിയാം അറിയാം അറിയാം. ഓ, അപ്പൊ നീ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്നില്ല. ചേച്ചി പഠിക്കേ. എടാ, അത്ര രസമില്ലടാ. നല്ല ഡോക്ടർ രസം. പറഞ്ഞേക്കുന്ന ബലം ഒന്നും ഇല്ല ഒരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലേ പണിയൊക്കെ എടുക്കാൻ വേണ്ടി. ആണോ? ആഹാ. എന്തോ പറഞ്ഞു. എടാ, എന്റെ കൈ ഇനി വേണ്ടതാടാ. എടുത്ത് ഞാൻ കൈ വേണ്ടടാ. അതിനിപ്പോ എന്താ കൈ നോക്കി ആക്കിയായിരുന്നു. പിന്നെ പിന്നെ ഞാൻ മറക്കാം. എന്നാ മാറ്. ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. എന്റെ ബാത്തു എന്തുവാ ബാത്തു കണ്ടോ കണ്ട എന്ത് അറിയില്ല നൈസായിട്ട് വേണണ്ട. അറിയില്ല എന്തറിയാനോ ബേക്കറി ഉണ്ടാകുന്ന നമുക്ക് മെഷീനല്ലേ ഉണ്ടാക്കുന്നേ. ഇത് നമ്മള് കൈ കൊണ്ടായിരിക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെയാ പഠിക്കുന്നത്. ജർമ്മനി പോയി കഴിയുമ്പോൾ നിനക്കൊന്നുമല്ല, ഇത് ഈ കപ്പ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക, ചിപ്സ് ഉണ്ടാക്കുക, വിൽക്കുക, സൈഡ് ബിസിനസ്. ഞാൻ മാർക്കറ്റ് ചെയ്ത് തരാം. ഇത്ര ഇടാനുള്ള എണ്ണയെ കാണത്തുള്ളായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. നല്ല ഡ്രസ്സല്ലേ, ഒരു ASMR പോലെ ഇല്ലേ? എങ്ങനെയാണല്ലോ അരിഞ്ഞ സാധനം കിട്ടിയത്. കൈവരല് ചരിഞ്ഞ പോലെ. ഞാനൊന്ന് സവാള അരിഞ്ഞെടുത്തതാ. ഇളകി വീഴുന്നത് ഒട്ടരുത്. എൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ എടുത്തിട്ടേ ആ ഒരു സൈസിലുള്ള സാധനം കിട്ടോ. ചെറുത് ഇങ്ങനെ തരല്ലേ? അമ്പോ ഇത് നമ്മൾ വയനാട്ടിൽ നിന്ന് വാങ്ങിയല്ലേ? അന്ന് വാങ്ങിയല്ലേ? ഇപ്പൊ ഇതിന് ഉപകാരമായി. അതിന് ലോക്കുണ്ട് അതിന്. ഇത് നമ്മള് ഇവിടുന്ന് വാങ്ങിയതാ ഗാന്ധി ഗ്രാമത്തിൽ നിന്ന് വാങ്ങി. കണ്ണൻ ആദ്യം കൊത്തി അരിഞ്ഞു വെച്ചേക്കോ കേട്ടോ അവിടെ. അത് പൊടി പൊടി പൊടി. അങ്ങനെ ഇരിക്കണം. എന്നെ മുന്നേ പൊടിയോ? ആ കപ്പ വേണോ? പച്ചക്കപ്പ. എണ്ണക്കകത്തോട്ടാ സൈഡിൽ നിന്നാണ് തെറ്റ്. കറക്റ്റ്. കോരിക്കോ. കടപ്പുറം കാർത്തിയാനെയൊക്കെ വിളിക്കുന്നുണ്ട്. അതൊന്നും നടന്നാക്കോ. അതെന്റെ നോക്കണേ കൈ കണ്ടന്റ് പോലെ കുറച്ചേ ഉള്ളൂ. സംഭവം സെറ്റാന്ന് തോന്നുന്നു അല്ലേ? നോട്ടെ. സൗണ്ട് കൊള്ളാട്ടോ അല്ലേ? മേലക്കൊട്ടൊരു പ്രയോജനമുണ്ട്. ഇടൂനും ടണ്ടൂനും കൂടെ കൊടുക്കട്ടെ. അപ്പൂനും കൂടെ ഒരു പ്ലേറ്റ് ഇട്ടോളൂ. ഉഷമ്മേ കുളിക്കുവല്ലോ അതിനകത്ത്. കഴിക്കട്ടോ ഹസ്ബൻഡ്. നല്ല ടേസ്റ്റ്. ഉണ്ടാക്കിയ ആളിന് കുഴപ്പമില്ല, കപ്പയ്ക്ക് കുഴപ്പമില്ല, എണ്ണയ്ക്ക് കുഴപ്പമില്ല, പാത്രത്തിന് കുഴപ്പമില്ല, പറഞ്ഞു തന്ന ആൾക്കും കുഴപ്പമില്ല, വാർത്തയിനും കുഴപ്പമില്ല. കൊള്ളാം, സൂപ്പർ. കണ്ടോ ഇരിക്കുന്നു കടപടക്കുന്ന